നമസ്കാരം. അപ്പം ഞാനിന്ന് എത്തിയിട്ടുള്ളത് അയിലക്കാടാണ്. അയിലക്കാട് നമ്മുടെ അത്താണിയിൽ നിന്ന്, അതായത് അത്താണിയിൽ നിന്ന് എടപ്പാൾ അല്ലെങ്കിൽ നടുവട്ടം റൂട്ടിലാണ് ഒരു ചിറ എന്ന് പറയും, അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഒരു ആമ്പൽ പാടം, താമരപ്പാടല്ല, ഒരു ആമ്പലിൻ്റെ ഒരു പാടമൊക്കെ ഇപ്പം അധികമായിട്ടില്ല. ഞങ്ങൾ കുറച്ചൊക്കെ നോക്കി, പക്ഷേ അധികം കാണാനൊന്നുമില്ല. എന്നാലും ഒന്ന് രണ്ട് അവിടെയും ഇവിടെ ഇടപെട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒന്നെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സീനറിയാണ്. നമ്മുടെ പാലക്കാട് തോൽക്കില്ല അതേ ഒരു സീനറി, അതേപോലത്തെ ഒരു കാഴ്ച. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ ആ കാഴ്ചകൾ കാണാം. അപ്പോൾ വരും. എൻ്റെ വണ്ടി ഞാൻ നമ്മുടെ റോഡിൻ്റെ സൈഡിലങ്ങ് പാർക്ക് ചെയ്തു. അതായത് സൂര്യന് അഭിമുഖമായിട്ട് തന്നെ പാർക്ക് ചെയ്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ സൂര്യാസ്തമന സമയത്തിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. ആ ഒരു യെല്ലോയിഷ് കളറായിട്ടുള്ള സൂര്യാസ്തമനത്തിൻ്റെ ആ ഒരു ചിത്രം നമുക്ക് നമ്മുടെ വീഡിയോയിൽ പകർത്തുമ്പോൾ, ഫോണിൽ പകർത്തുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാവുക. തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് റോഡും കാണാം. ഇതാണ് നമ്മുടെ നടുവട്ടത്തേക്കുള്ള റോഡാണ് ഈ റോഡ്. അപ്പോൾ നമുക്ക് തൊട്ടിപ്പുറത്തേക്ക് എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ ആമ്പൽക്കുളം. ഇത് ആമ്പലൊക്കെ പൂത്ത് വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കാരണം റോഡ് സൈഡിന് ആൾക്കാരൊക്കെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളൊക്കെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസും പലതും ചിത്രീകരിക്കാറുണ്ട്. ഇപ്പം നിങ്ങളിങ്ങനെ കാണുമ്പോൾ ആ പൂക്കൾ ഇത്തിരി കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഇവിടെ തൊട്ട് മുന്നിലായിട്ടൊരു വാക്കിംഗ് പ്ലാസയുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ടൊരു ഓപ്പൺ ജിം ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റിന് വേണ്ടിയിട്ട്, അതായത് ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ അന്തേവാസികൾക്ക് ഒരു ഈവനിങ് നന്നായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ഇവിടെ പല തരത്തിലുള്ള പുരോഗമനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പതുക്കെ വാക്കിംഗ് പ്ലാസയിൽ കൂടെ നടന്നു പോകാം. അവിടെ ഒരു ഐ ലവ് അയിലക്കാട് എന്ന് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അവിടെ ചേട്ടനും ചേച്ചിയും അവരുടെ കുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാരണം നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഈവനിങ് നല്ല വൈബിൽ നമുക്ക് അടിച്ച് പൊളിച്ച് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടേക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ വണ്ടികൾക്ക് ഇറക്കാൻ റെസ്ട്രിക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇതവിടെ നിർത്തിയിരിക്കുന്നത്. കാരണം ഒരു വണ്ടികളൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കമ്പി കൊണ്ടൊരു വേലി പോലെ സംഭവം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ റൈറ്റ് ആയിക്കോട്ടെ ലെഫ്റ്റ് ആയിക്കോട്ടെ ഏത് സൈഡിൽ നിന്നും നല്ല വ്യൂ ആണ്, നല്ല രസമാണ്. ഇപ്പോൾ ഈ ടൈമിൽ ചില ഈ സമയത്തൊക്കെ ഇവിടെ മൊത്തം വല വീശലും, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല വീശലും ചൂണ്ടയിടലും പലതും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാൻ എത്തിയ സമയത്ത് അത് കാണാൻ പറ്റിയില്ല. അതും കൂടി എൻ്റെ വീഡിയോയിലുണ്ടെങ്കിൽ ഒന്നും കൂടി രസമായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഫുള്ളായിട്ട് തൊട്ടപ്പുറത്ത് പാടാണ്. നല്ല വ്യൂ കേട്ടോ. കാരണം നമ്മുടെ ഇത്രയും അടുത്ത്, ഞാനൊരു പൊന്നാനിക്കാരനാണ്, എന്നിട്ട് പോലും ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓരോ സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ പ്രകൃതിക്ക് ഓരോ ഭംഗി ഉണ്ടാവുക. ഇതാട്ടോ ആമ്പൽ. ഇവിടെയാണ് ആമ്പലൊക്കെ ഉണ്ടാവാറുള്ളത്. ഇതങ്ങ് അറ്റം വരെ നീണ്ട് കിടക്കുകയാണ്. ഭയങ്കര രസമാണ്. ഈ നമ്മുടെ ഈ വഴിയിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ വേറൊരു രസം തന്നെയാണ് നമുക്കുണ്ടാവുക. അത് നമുക്കിപ്പോൾ ഫാമിലിയായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന, അതായത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും. കൂടാതെ മഴക്കാലത്തൊക്കെ ഇവിടെ കുളിക്കാനൊക്കെ കുറേ പേര് വരാറുണ്ട്. കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പുറത്തുനിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ഒരു ഭൂമിയുടെ ഒരു ഘടന അറിയില്ലല്ലോ, എവിടെയൊക്കെയാണ് കുഴി അടിയൊഴുക്കുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാലും ഞാനൊക്കെ ഇവിടെ വന്ന് കുറേ കുളിച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരൊപ്പം വന്നിട്ട് നന്നായിട്ട് കുളിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഒരു ചെറിയൊരു ആമ്പലിൻ്റെ മൊട്ട് വിരിയാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പാടം മൊത്തം ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. കൂടാതെ നമ്മളെപ്പോലത്തെ ആളുകൾ തന്നെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ വെട്ടിയും, അതായത് പൂക്കളോട് ഇഷ്ടമാണ്, പക്ഷെ എന്നാലും അതിനെ കുറേ പൊട്ടിച്ച് കൊണ്ടുപോലൊക്കെ ഉണ്ടാവാൻ സർവ്വസാധാരണയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഇവിടുന്ന് അടുത്താണ്, ഈ അയിലക്കാടിനടുത്താണ്, അല്ലെങ്കിൽ എടപ്പാൾ, നടുവട്ടം, പൊന്നാനി, അങ്ങനെ ആ സ്ഥലത്തുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു ഈവനിങ് വരാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണിത് കേട്ടോ. അതായത് അയിലക്കാട് നടുവട്ടം പോകുന്ന വഴി തന്നെ ചില ആളുകൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് ഇവിടേക്ക് അങ്ങ് ഇതാവില്ല. ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വഴി പോകുമ്പോൾ വണ്ടി അവിടെ നിർത്താറുണ്ട്. ഐ ലവ് അയിലക്കാട് എന്നൊക്കെ ഉണ്ട്. ഇവിടെയാണ് കേട്ടോ ഓപ്പൺ ജിം. അതാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചേച്ചിയും ചേട്ടനും അവരുടെ കൊച്ചും കൊണ്ട് കളിക്കുന്നത്. ഇങ്ങനത്തെ പല രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈവനിങ് ഒക്കെ നല്ലൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ കുറേ ആളുകൾ വരാറുണ്ട് ഇവിടെ. വീഡിയോ ഒരു അധികം ടൈമില്ല, ഒരു 3-4 മിനിറ്റിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ കണ്ടൻറ്റ് വലുതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളും ഈ
നേച്ചർ പ്രകൃതിയും സംഭവങ്ങളൊക്കെ നമുക്ക് ഇപ്പം കിട്ടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ വീഡിയോ ഒരു വലിയ വീഡിയോയുടെ ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതിനേക്കാളും നല്ല ഇൻട്രസ്റ്റ് ആയ വീഡിയോ കൊണ്ട്. ബാക്കി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.